വരുൺ, എന്താ അച്ഛൻ വരാൻ താമസം? അറിയില്ല. എന്നാലും നമുക്ക് കുറച്ച് സമയം കൂടെ നോക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? താനും ചുമ്മാ ഇരുന്നേ. അച്ഛനെ പോത്തു. അതെ, ഞങ്ങൾക്ക് ഈ ഇരിപ്പ് ഒരുപാട് നേരം ഇരിക്കാനൊന്നും പറ്റില്ല. ഒപ്പിട്ട് കാശ് വാങ്ങിച്ചോണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോണം. പണവും കൊണ്ട് അച്ഛൻ വരും. അതുവരെ ഒന്ന് ക്ഷമിക്കും. എന്തായാലും കാണിക്കുന്ന ആർത്തിക്കുള്ളത് കിട്ടുന്നുണ്ടല്ലോ. കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. കൃത്യമായ അഗ്രിമെന്റ് ഒപ്പിട്ടിട്ടാ പൈസ വാങ്ങിക്കുന്നേ. വെറുതെ അല്ലല്ലോ. എന്റെ അവകാശങ്ങൾ മുഴുവനും വിട്ടു തന്നില്ലേ? രാധികെ, പ്രിയങ്കെ, നിങ്ങൾ തമ്മിൽ സംസാരം വേണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാം. വരുൺ, അച്ഛൻ എവിടെ എത്തിയതോ നോക്ക്. കളഞ്ഞിട്ട് പോവാനും ഞങ്ങൾ മടിക്കില്ല മാഡം. നിങ്ങൾ മടിക്കില്ലെന്ന് എനിക്കറിയാം. പ്രിയങ്ക പറഞ്ഞത് പ്രിയങ്കയുടെ മനസ്സിലിരിപ്പാണെങ്കിൽ പാടുപെടും കേട്ടോ പ്രിയങ്കെ. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി അല്പസമയം കഴിഞ്ഞ് വരുൺ, ഇല്ലടൂ, അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫാ. ഞാനത് ബെഞ്ചമിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നിങ്ങൾ വിളിക്കുന്ന നമ്പർ ശ്ശെ, ലഭിക്കുന്നില്ല. ബെഞ്ചമിനെയും കിട്ടുന്നില്ലല്ലോ. വീണ്ടും ശ്രമിക്കൂ. എന്താണെന്ന് അറിഞ്ഞൂടല്ലോ. ഓഫീസിലെ മറ്റാരെങ്കിലും വിളിച്ചു നോക്ക്. ഹലോ സാർ. മനോഹർ, അച്ഛൻ ഓഫീസിലില്ലേ? ഇല്ല സാർ, അദ്ദേഹം വീട്ടിലേക്ക് പോയല്ലോ. വീട്ടിലേക്കോ? അച്ഛൻ പണമായിട്ട് അഡ്വക്കേറ്റ് ആരതി വർമ്മയുടെ ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞാണല്ലോ. വി ആർ വെയിറ്റിംഗ് ഹിയർ. സാർ, പണം റെഡി ആയിട്ടില്ല. ഇന്ന് നടക്കില്ല സാർ. ഏ? വരുൺ, രാധികെ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇന്ന് പണം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല.